ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാനെത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണാൻ തയ്യാറാകാതെ പ്രതിപക്ഷ നേതാവ് പ്രസിഡന്റ് PS പ്രശാന്തും ബോർഡംഗവുമാണ് VD സതീഷിനെ ക്ഷണിക്കാനായി കന്റോൺമെന്റ് ഹൗസിൽ നേരിട്ടെത്തിയത്. പക്ഷേ VD സതീഷിന് ഇവരെ കാണാൻ കൂട്ടാക്കിയില്ല. KPMSും അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. CPM വിശ്വാസികൾക്കൊപ്പമാണെന്ന് MV ഗോവിന്ദനും പ്രതികരിച്ചു. ഭൂരിപക്ഷ വർഗീയതയെ വളർത്തിയെടുക്കാനും വേണ്ടി അയ്യപ്പൻ്റെ പേരിൽ നടത്തുന്ന പരിപാടിയാണിത്. പിന്നെ ഒരു ഗവൺമെൻറ് ഓർഡർ ഇറങ്ങിയപ്പോൾ ഞാനും അതിൻ്റെ ഉപരക്ഷാധികാരി എന്ന് പറഞ്ഞ് കണ്ട് ലിസ്റ്റ്. എൻ്റെ അനുവാദമില്ല, ഞാനില്ല അതിന്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉപരക്ഷാധികാരി സ്ഥാനം ഏറ്റെടുക്കില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗവും കന്റോൺമെന്റ് ഹൗസിലെത്തിയത്. ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് VD സതീശനെ ഔദ്യോഗികമായി ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുവരും കന്റോൺമെന്റ് ഹൗസിലെത്തിയത്. ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കന്റോൺമെന്റ് ഹൗസിൽ ഉണ്ടായിരുന്നു. എന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗത്തെയും കാണാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ദേവസ്വം ബോർഡിന്റെ ക്ഷണം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അത് ക്ഷണിക്കാൻ വന്ന പ്രസിഡന്റിനെ കാണാൻ പോലും കൂട്ടാക്കാതെ കടുത്ത നിലപാടാണ് VD സതീശൻ സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സംഗമവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. അതിന് സർക്കാർ പിന്തുണ നൽകുന്നുണ്ട്, ഒപ്പം CPMും പിന്തുണ നൽകുന്നുണ്ട്. വർഗീയവാദികൾക്ക് വിശ്വാസമൊന്നുമില്ല. വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ. ആ വർഗീയവാദികളുടെ പ്രചാരവേലയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല. വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ. യുവതി പ്രവേശനം അന്ന് അവിടെ ദർശനം നടത്തി, അത് തെറ്റായി പോകുന്നു. ഞാൻ അത് സംബന്ധിച്ച് ഒരു കാര്യവും ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതെല്ലാം കഴിഞ്ഞു പോയ അധ്യായമാണ്. പിന്നെ അതിൻ്റെ മേലെ ചുറ്റിപ്പറ്റി തുടങ്ങുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. അതിന് വേറെ ആളെ നോക്കുന്നതല്ലേ. NSSനും SNDPക്കും പിന്നാലെ ആഗോള അയ്യപ്പ സംഗമത്തിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് KPMSും രംഗത്തെത്തി. പുന്നല ശ്രീകുമാർ മാതൃഭൂമി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് ആഗോള അയ്യപ്പ സംഗമം ആധ്യാത്മികതയ്ക്കപ്പുറം വികസന കാഴ്ചപ്പാടോടെ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് എന്നാണ്. ഗവൺമെൻറ് ഈ കാര്യത്തിൽ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ ക്ഷണമുണ്ട്, ഞങ്ങൾ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ശബരിമലയുടെ വികസനം, അതുപോലെ തന്നെ അവിടുത്തെ ഭക്തജനങ്ങളുടെ ക്ഷേമം, സുരക്ഷിതത്വം, ഇതൊക്കെ ചർച്ച ചെയ്യാൻ ഒരു ഗവൺമെൻറ് മുൻകൈ എടുക്കുമ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നം അവിടെ വരുന്നില്ല. അതുകൊണ്ട് ഇതൊരു ആധ്യാത്മിക സംഗമം അല്ല എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രസക്തം. അതേസമയം UDFനും കോൺഗ്രസിനും ഒപ്പം BJPയും ആഗോള അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയ നിറം കാണുകയാണ്. അവരും എതിർപ്പ് തുടരുകയാണ്. ഇത് CPM സംഘടിപ്പിക്കുന്ന പ്രത്യേക ലക്ഷ്യത്തോടെയുള്ള ഒരു ചടങ്ങ് എന്ന രീതിയിൽ തന്നെയാണ് BJP നേതൃത്വവും ഈ അയ്യപ്പ സംഗമത്തെ കാണുന്നത്.